സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോസിയ, ഇത് സോയി, എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ മാവിഞ്ചാലി സെൻറ്റ് ജോർജ് ഇടവകാംഗങ്ങളാണ്. വരുന്നത് ആലക്കോട് പ്രദേശത്തു നിന്നാണ്. ഞങ്ങൾക്ക് 4 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. ഇപ്പോൾ 5 വർഷം ഈ ജൂണിൽ തികഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസം ആദ്യത്തെ വ്യാഴാഴ്ചയാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്ന അച്ഛനെ കാണുന്നത്. അപ്പോൾ അച്ഛൻ കണ്ടത് ഞങ്ങളോട് ചോദിച്ചു എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ടെന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. അപ്പോൾ 4 വർഷം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഇരിക്കുക പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊണ്ടുപോയി ഞങ്ങളോട് പറഞ്ഞു 35 വ്യാഴാഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ പറഞ്ഞു. ആഗ്രഹിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും അന്നേരം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ 35 കേട്ടത് രണ്ടുപേരും പരസ്പരം ആദ്യം നോക്കുക ചെയ്തത്. അപ്പോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ ആഗ്രഹിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് 150 ദിവസത്തേക്ക് ഞങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന നിന്നു. രാവിലെ 101 തവണ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചെല്ലാനും, വൈകുന്നേരം 10 മിനിറ്റ് 10 തവണ വെച്ച് ഈശോയുടെ സ്നേഹവും സമാധാനവും നമ്മിൽ നിറയുന്നു എന്ന് 10 തവണ ഇന്ന് പരസ്പരം ഊതുക. അങ്ങനെ മാറി മാറി അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 150 ദിവസത്തേക്ക് ആ പ്രാർത്ഥനയിൽ നിന്നു. പിന്നെ യൂട്യൂബിലുള്ള രോഗശാന്തി പ്രാർത്ഥന 48 മണിക്കൂറത്തതും, അതുപോലെ വ്യാഴാഴ്ച ദിവസത്തെയും ബാക്കിയുള്ള യൂട്യൂബ് വീഡിയോസ് അതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച ഞങ്ങൾക്ക് പകൽ ഈ സമയത്ത് ഇവിടെ വരാൻ പറ്റുകയില്ല. ഞങ്ങൾ രണ്ടും അന്നേരം ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് അവിടെ പകൽ ഫ്രീയാണ്, ഇത് മുഴുവൻ കാണാൻ പറ്റും. പക്ഷെ പുള്ളിക്കാരനത് പറ്റത്തില്ല, ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഞാൻ അത് കൂടിക്കൊണ്ടിരുന്നത്. രാത്രി ഞങ്ങൾ 8:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും. അപ്പോൾ 8:30 മുതൽ 9:30 വരെയുള്ള ആദ്യത്തെ കാലങ്ങളിൽ 9 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 9:30 വരെ ആയത്. അതും കൂടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ വരുമ്പോൾ ഞങ്ങൾ 4 ജപമാലയും ചൊല്ലി ഇന്ന് വരെ വന്നിട്ടുണ്ട്. അല്ലാതെ അത് ഓരോന്നും ഓരോ നിയോഗത്തിന് വേണ്ടി വെച്ചിട്ടാണ്. ഞങ്ങളുടെ മാത്രം ഈ നിയോഗമല്ല, ആവില സദനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗത്തിനും ഓരോ ജപമാല ഞങ്ങൾ സമർപ്പിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 150 ദിവസത്തെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിലൊന്നും എല്ലാ പ്രാർത്ഥന എന്തായാലും കണ്ടിന്യൂ ചെയ്യുമെന്ന് അങ്ങ് വിചാരിച്ചു. ദിവസമൊന്നും എണ്ണുകയില്ല, തുടരുമെന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചായിരുന്നു. എങ്ങനെയാണേലും നവംബർ 3-ാം തീയതി വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഒരു സംശയം തോന്നിയിട്ട് പോസിറ്റീവ് ആദ്യമായിട്ട് ജീവിതത്തിൽ കണ്ടു. അന്ന് 149-ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ജൂൺ മാസം ഞങ്ങൾ വന്ന് തുടങ്ങുമ്പോൾ നല്ല മഴയുള്ള കാലമാണ്. അന്ന് ബൈക്കിനാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു കൊച്ചിനെ വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ വരും. അപ്പോൾ വയനാട്ടിലൊക്കെ ആ മഴയുടെ സമയത്ത് നമ്മുടെ ഇവിടെയും ഭയങ്കര മഴ. അന്നേരം ചെമ്പേരി പാലത്തിലൊക്കെ വെള്ളമൊക്കെ കയറിയെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കുറച്ച് സേഫ്റ്റിയൊക്കെ നമ്മൾ നോക്കണ്ടേ, നമുക്ക് പോകാം, നമുക്ക് ഓൺലൈനിൽ കൂടാം. അന്നേരം പറഞ്ഞു ഒരു തവണയെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മുടങ്ങി പോകൂടിയെന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത് പുള്ളിക്കാരൻ തന്നെ നമ്മൾ പോകുന്നു. പലതവണ ഞങ്ങൾക്ക് ഉളിക്കൽ വന്ന് വഴി തെറ്റി ഞങ്ങൾ നിന്നിട്ടുണ്ട്. കാരണം ഇത് റൂട്ട് മാപ്പ് വെച്ചാൽ ഞങ്ങൾ ഈ രാത്രി വരുന്നത്, ബൈക്കിന് വരുന്നത്. അപ്പോൾ ജൂൺ മാസവും ജൂലൈ മാസമായി. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ തല നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചത് എൻ്റെ തല നനഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ചോദിച്ചൻ പറഞ്ഞു അത് മഴയല്ലേ അച്ഛൻ, ബൈക്കിനല്ലേ വരുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓ സാരമില്ലല്ല ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നത്തെ വ്യാഴാഴ്ച വരുന്നത് ഞങ്ങൾ കാറിനാണ് വരുന്നത്. അപ്പോൾ ആ കാർ അച്ഛൻ തന്നെ വെഞ്ചരിച്ച് തന്നു. അത് ആഗസ്റ്റ് 15, ജൂൺ മാസം വരാൻ തുടങ്ങി. ആഗസ്റ്റ് 15 ഞങ്ങൾക്ക് കാറ് കിട്ടി. നവംബർ 3 പോസിറ്റീവായി. 4 ആശുപത്രി ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. ഞങ്ങൾ ഈ ജനുവരിയിൽ ഒരു കാർ എടുക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ അപ്പം ദൈവം ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്നു, മുൻകൂട്ടി കണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചെവിയുടെ ഇയർ ഡ്രം ബ്രോക്ക് ചെയ്ത് വെച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വെച്ചിട്ടും അത് വീണ്ടും ഹോള് വന്നു. അപ്പോൾ അവർ പറഞ്ഞു 1 വർഷം ചിലപ്പം ചാൻസ് ഉണ്ട് ഇത് തന്നെ ആകാൻ വേണ്ടിയിട്ട്. പക്ഷേ 6 വർഷം കഴിഞ്ഞു, ഒരു മാറ്റവും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് ENT കാണിച്ച് നോക്കിയപ്പോൾ ആ ഇയർ ഡ്രം അവിടെ ക്ലോസ് ആയി. ഇപ്പോൾ ചെവി നല്ലപോലെ എനിക്ക് കേൾക്കാം. ആ കേൾവി കൂടിയപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് കൊണ്ടാണ് കാണിച്ചത്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. കർത്താവിൻ്റെ കരുതലിൻ്റെ കൃപയുടെ അനുഗ്രഹം മാത്രമല്ല, മനുഷ്യൻ്റെ വിശ്വാസം കൊണ്ടുള്ള ഒരു പ്രത്യുത്തരത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടെയാണ്. നിങ്ങൾക്കറിയാം ആലക്കോട് നിന്ന് ആവിലയിലേക്കുള്ള ദൂരം നിങ്ങൾക്കറിയാം. അത് മഴയുള്ള സമയത്ത് ബൈക്കോടിച്ചു വരുന്നതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ദൂരം കയറ്റവും ഇറക്കമൊക്കെ മലയൊക്കെ ഉണ്ട്. ആ ദൂരമൊക്കെ യാത്ര ചെയ്ത്
ഇവര് വരാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ബൈക്ക് മാറ്റി കാറ് കൊടുത്തു. 150 ദിവസത്തെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. 149ാമത്തെ ദിവസം പോസിറ്റീവായി. ഓൺലൈനിൽ കൂടാൻ തുടങ്ങി. എല്ലാ വ്യാഴാഴ്ചയും രാത്രി യേശുനാമ ജപത്തിനും ശുഭരാത്രി ശുശ്രൂഷയ്ക്കും വരാൻ തുടങ്ങി. വീട്ടിലിരുന്ന് വചനം കേൾക്കാൻ തുടങ്ങി. കാലത്ത് ഉള്ള പ്രാർത്ഥന, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന കാലത്ത് 5:30 ഒരുമിച്ച് ചൊല്ലാനും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കാനുള്ള പ്രാർത്ഥന ചൊല്ലി. വൈകുന്നേരം 10 മിനിറ്റ് ചൊല്ലാൻ പറഞ്ഞത് പ്രത്യേകമായിട്ട് എഴുതി കൊടുത്ത പ്രാർത്ഥന മുഖത്തോട് മുഖം നോക്കി തോളത്ത് വെച്ച് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ കർത്താവ്, അതാണ് അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന യെശയ്യാ 1:19 വചനത്തിന്റെ അഭിഷേകമാണ്. അപ്പോൾ കരമടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ കർത്താവ് സന്താന സൗഭാഗ്യം നൽകി എന്ന് മാത്രമല്ല, അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി. ഇയർ ഡ്രം പൊട്ടിയിരുന്നത് അത് അടയാൻ, അത് സുഖപ്പെടാൻ കർത്താവ് ഇടവരുത്തി. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഉച്ചത്തിൽ നന്ദി പറയാം. ഈശോയേ, ശരിക്കും അച്ഛന് ഈ രാത്രിയിൽ, ഓരോ വ്യാഴാഴ്ച രാത്രിയിലും ഇവരെ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാണുന്നത് തന്നെ അച്ഛനൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് പ്രിയപ്പെട്ടവരെ നമ്മെ കൈവിടുന്നതല്ല, പ്രാർത്ഥിക്കും മുൻപേ, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലെ, 150 ആവുന്നതിന് മുമ്പ് തന്നെ 149 പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഉത്തരം നൽകും. വിളിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾക്കും. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം.